ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ പ്രാവക്കൂട് അപ്ഡേഷനാണ്. അപ്പോൾ നമ്മുടെ പ്രാവക്കൂടൊക്കെ വീടിന് മേലെ ഉള്ളത് മേലെ പ്രാവുകളൊക്കെ അവിടെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയ പണ്ടേ പ്രാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റണം. അപ്പോൾ നമുക്ക് എന്തായാലും വീടിൻ്റെ മേലെ പോയി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രാവിൻ്റെ കൂട്. ഇതിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് നമ്മുടെ ഈ അറ്റത്തെ ഒരു കൂടാണ്. അപ്പോൾ ഈ അറ്റത്തെ കൂടിൽ വന്നിട്ട് നമ്മുടെ റൈസിങ് ഹോമറാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഇതാണ് റൈസിങ് ഹോമർ. അപ്പോൾ ഇതൊരു പെയറായിട്ട് ഇട്ടിരിക്കാം. ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് ഇതിന് പറത്താകുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് ഒരു അപ്ഡേഷനിലായിട്ട് നമുക്ക് കാട്ടുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ബ്രീഡിങ്ങിന് ഇട്ടതുകൊണ്ട് ഇപ്പോൾ പറത്താൻ പോകാത്തതുകൊണ്ടാണ് സംഭവം. ഇതിപ്പം എഗ്ഗ് ചെയ്യാൻ ആറുണ്ട്. അപ്പോൾ ഇതിൽ ഈ കാണുന്നതാണ് മെയില്, ഇതിപ്പോൾ ഉണ്ടാക്കിയത് ഫീമെയില്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസത്തിൽ വരുന്നതാണ്. പിന്നെ ഗൈസ് താഴെ പ്രാവില്ലാതെ ഉള്ളതായിരുന്നു, ഇല്ലാതെ മിസ്സായി. അപ്പോൾ നമ്മൾ അടുത്ത കൂട്ടിൽ പോകുമ്പോൾ ഒരു പറവൻ്റെ ഒരു ജോഡിയാണ് കാണുന്നത്. കുഞ്ഞായിട്ടിരിക്കുക ഇതിൽ. കുഞ്ഞാത് ഇത് അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത റിസൾട്ടുള്ളൊരു പറവ ഇതാണ്. പക്ഷേ വലുതിനെ ഇവിടെ പറപ്പിച്ചിട്ടില്ല. കുഞ്ഞിനെയാണ് ഇവിടെ പറപ്പിച്ച് നോക്കേണ്ടത്. അത് ഇനി ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഇനി വരുന്ന വീഡിയോയിലൊക്കെ നമ്മൾ കാട്ടുന്നതാണ്. ഗൈസ് ഇനി അടുത്ത പ്രാവ് പറയുമ്പോൾ നമ്മൾ ഇതാണൊരു നാടൻ പ്രാവാ ബൂട്ട്. അതും കുഞ്ഞായിട്ട് കിടക്കുകയാണ്. നമ്മൾ ശല്യം ചെയ്യുന്നില്ല. അതിൻ്റെ അടിയിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു പ്രാവ് അത് അവിടെ ഇരിക്കട്ടെ, അത് കുഞ്ഞായതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ മേൽപ്രാവാണിത്. നമ്മളിനി അടുത്ത വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാത്തിലും ഒരു ലോക്കിട്ട് വെച്ചിരിക്കുക, കാരണം നമ്മുടെ പൂച്ചിൻ്റെ ഒരു ശല്യമുണ്ട്. അതുകൊണ്ട് ഇതാണ് ഗൈസ് പ്രാവ്. ഇതൊരു കർണപ്രാവാണ്. അതും കുഞ്ഞു വെച്ചിരിക്കുക. കർണയും ഒരു പറവയും കൂടിയിട്ടാണ് ബെൽറ്റ് അടിക്കുന്ന പ്രാവ്. അങ്ങനെ ഈ പ്രാവാണത്. ആ ബാക്കിൽ നിൽക്കണത്. ഫ്രണ്ടിലുള്ളത് മെയിലാണ്, ബാക്കിൽ ഫീമെയിലാണ്. അത് രണ്ട് കുഞ്ഞുങ്ങൾ വിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും ട്രെയിനിങ്ങും കാര്യങ്ങളായിട്ട് ഇനി ഓരോ വീഡിയോയിലായിട്ടാണ് വരുന്നതാണ്. ചെറിയ കുഞ്ഞുങ്ങളെ കാഴ്ച വളരെ ചെറുതാണ്. നമ്മൾ ഇനി അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ ഇതെവിടെയാണെങ്കിൽ ഇതൊരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു പറവയാണ്. ഒരു 5-6 മണിക്കൂർ ഇവിടെ പറന്ന് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ എഗ്ഗ് ചെയ്ത് കിടക്കുക. ശരിയാണ്, പേടിച്ചിട്ടാ. ഇതാണ് പ്രാവ്. പിന്നെ താഴത്തെ കൂട് വന്നിട്ട് അതൊരു പ്രാവ് പുറത്താണ്. അതൊക്കെ കാണിച്ചു തരാം. അതൊരു നാടൻ പ്രാവിൻ്റെയും ഇപ്പോൾ നമ്മൾ ഈ അറിയൊരു പ്രാവുണ്ട് ബൂട്ട്, അതിൻ്റെ കുഞ്ഞായിട്ട് വരും. അത്യാവശ്യം കുഴപ്പമില്ല. അത് അത്യാവശ്യം നന്നായി ഇവിടെ ഇണങ്ങിയൊരു പ്രാവ്. അതുകൊണ്ട് പുറത്ത് വിട്ടാലും അതിനെ ഒറ്റയ്ക്ക് വിട്ടാലും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. പിന്നെ ഗൈസ് പ്രാവുകൾ ഇപ്പോൾ എല്ലാത്തിനും വിട്ടാക്കേണ്ട ടൈം ആയിട്ടില്ല. എന്നാലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വിട്ടാക്കുകയാണ്. നമ്മളെ ഹോമറിനെയാണ് ആദ്യം ഉണ്ടാക്കണേ. അതിലൊന്നും അറിയണല്ലോ, നോക്കിട്ടാക്കാം. ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ പറവൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട. അപ്പോൾ അതിനുള്ള വീഡിയോസൊക്കെ വരും ദിവസത്തിൽ വരുന്നതാണ്. ഇപ്പോൾ ഞാൻ പ്രാവിന് ഇവിടെ ഫുഡ് കൊടുക്കുന്ന ടൈം സാധാരണ കൂട്ടിലാണ് കൊടുക്കുക. കാരണം രാവിലെ വിട്ടാക്കിയിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വിട്ടാക്കിയിട്ട് പോകാറില്ല. പിന്നെ പ്രാവിന് മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ. അത് കാണിച്ചിട്ടില്ല. അത് ഗൈസ് ഇതിലാണ്. നമ്മൾ ഓരോ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിരിക്കുക. സംഭവം ഇതെന്താ പറഞ്ഞാൽ ഈ ഒരു മരുന്നാണ് കാണിച്ചിട്ടത്. ബി കോംപ്ലക്സിൻ്റെ മരുന്നാണ്, വൈറ്റമിൻസിൻ്റെ. സംഭവം മൂടി എന്തോ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തൽക്കാലം മാറ്റി വെച്ചതോ. സംഭവം ബാക്കിയല്ല എന്തിനാ. ഇത് അൽബമാർ, അതിൻ്റെ ഡീവം ചെയ്യുന്ന മരുന്നാണ് ഗൈസ്. ഇതങ്ങനെ ഓരോരോ മരുന്നുകൾ കുറേ ഉണ്ട്. ഇത് കഫക്കെട്ട് അതിൻ്റെ
ഇതൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പ്രാവിന് നെഞ്ചോട്ടൽ പറഞ്ഞൊരു അസുഖം വരുമ്പോൾ അതിനായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അത് ഓവറായിട്ട് മെലിയുമ്പോഴും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുഞ്ഞൊക്കെ വിരിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ഇത് കൊടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കുഞ്ഞുങ്ങൾക്ക് ഓവർ ഗ്രോത്ത് കിട്ടാൻ വേണ്ടി അത് കൊടുക്കാം. ഇത്ര പ്രാവുകളായിരുന്നില്ല ആദ്യം, ഒരുപാട് പ്രാവുകൾ ഉണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ നെയ്റ്റൊക്കെ ആയിരുന്നു പ്രാവിന് വിട്ടാൽ ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ രാത്രി ചെറിയ പ്രാവുകൾ രാത്രി തന്നെ കയറും, അതായത് പെട്ടെന്ന് രാത്രി കയറി പറക്കും. അപ്പോൾ അങ്ങനെ ചെറിയത് കുറേ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫാൻസി പ്രാവൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഫ്രണ്ട്സ്, നമ്മളിനി കുറച്ച് പറവ കുഞ്ഞുങ്ങളെ എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ വരുന്നതാണ്. ഇതിപ്പോൾ തൽക്കാലം ഒരു കൂട് അപ്ഡേഷൻ പറഞ്ഞൊരു വീഡിയോ ഇട്ടതാണ്. കാരണം പ്രാവുകളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തരാൻ പറഞ്ഞിട്ട്. ഇനി കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പുറത്തായി ഇറങ്ങാൻ ടൈമായിട്ട് വേണം അതിനൊക്കെ ഒന്ന് പറത്ത് റെഡിയാക്കി ഒന്ന് സെറ്റാക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറത്താനായിട്ട് ഇപ്പോൾ അത്ര പ്രാവളിയില്ല. കാരണം ഇപ്പോൾ കൂടുതൽ എഗ് ചെയ്തിരിക്കണേ. അപ്പോൾ ഓൺലൈൻ ഒരു ഹോമർ മാത്രം ഇപ്പോൾ പുറത്ത് നിൽക്കണത് അറിയാമല്ലോ. ഇപ്പോൾ കണ്ട എഗ് അടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രശ്നം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, മറ്റേ പുറത്ത് ഇങ്ങനെ വിട്ടാക്കിയിട്ട് പോകാനൊന്നും പറ്റില്ല. കാരണം ഈ പരുന്ത് പോലത്തെ സാധനം അല്ലെങ്കിൽ വേറെ പൂച്ച എന്തെങ്കിലും വരും. അതുകൊണ്ട് ഫുൾ ടൈം കൂട്ടി തന്നെ വിടാം. നമ്മളാരെങ്കിലും അടുത്തിരിക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ വിട്ടാക്കും, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇരിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ഒരു കാര്യം ഗൈസ്, നമ്മൾ ഇനിയുള്ള പ്രാവുകൾ നമ്മളിത് പറത്താൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇനി വരുന്ന വീഡിയോയിലും ഗൈസ് നമ്മളെ എന്താ പറയുക അടിപൊളി പ്രാവുകൾ ഇറക്കുന്നുണ്ട്. അടിപൊളി പറഞ്ഞാൽ വളരെ അടിപൊളി പ്രാവുകൾ കുട്ടികളൊക്കെ ഇറക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പറത്തുന്ന കാര്യം ട്രെയിനിങ്ങിൻ്റെ വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.